പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്ന് മാർച്ച് മാസം 25 ബുധനാഴ്ച, മംഗളവാർത്ത തിരുനാൾ കൊണ്ടാടുന്ന ദിവസം. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യകാമറിയത്തിനരികിലേക്ക് കടന്നു വന്ന് ഈശോ ജന്മമെടുക്കാൻ പോകുന്നു എന്ന മംഗളവാർത്ത അറിയിച്ചതിനെ സന്തോഷത്തോടെ നമുക്ക് ഓർക്കാം. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 30-ാം വചനം ധ്യാനിക്കാം. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നിരന്തരമായ പ്രാർത്ഥന കൊണ്ടും പരിശ്രമം കൊണ്ടും ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയ മറിയത്തെ ഇന്ന് നമുക്ക് പ്രത്യേകം ധ്യാനിക്കാം. ഒപ്പം സ്വർഗത്തിൽ നിന്നും നല്ല വാർത്ത പങ്കുവയ്ക്കാനെത്തിയ ഗബ്രിയേൽ മാലാഖയെയും നമുക്ക് ധ്യാനിക്കാം. നല്ലത് മാത്രമേ മാലാഖയുടെ നാവിൽ നിന്ന് പുറപ്പെട്ടുള്ളൂ. കർത്താവെ, സ്വർഗീയ സന്തോഷത്തിൻ്റെ വാർത്ത പങ്കുവയ്ക്കുന്ന ഗബ്രിയേൽ മാലാഖമാരാക്കി ഞങ്ങൾ ഓരോരുത്തരും രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. ഇന്നു മുതൽ എൻ്റെ ഇടവക കൊടുങ്ങയിൽ എൽറൂഹ ബൈബിൾ കൺവെൻഷൻ ആരംഭിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉണ്ടാകണമേ ഞങ്ങളുടെ കൺവെൻഷൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.